ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോണേക്കാളും മുന്നേ ഞാനൊരു സാധനം കാണിച്ചു തരാം. ഈ ഷാമ്പു ആണ് ഞാനിപ്പോൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നല്ല അടിപൊളി ഷാമ്പു ആണ്. ഇതൊരിക്കലും ഒരു പ്രമോഷൻ അല്ല, ഞാനിത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് ഞാനിന്ന് ഹെയർ വാഷ് ചെയ്തത്. ഇതാണ് ഞാൻ ഇട്ടിട്ട് പോകുന്ന കുർത്ത. കല്യാണത്തിന് ഇട്ടിട്ട് പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. ഞാൻ സുഡിയോ പോയപ്പോൾ എടുത്തതാണ്. എത്രയോ 499 599 അങ്ങനെ എന്തോ ഒരു റേറ്റാണ് വരുന്നത്, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണമാണ്, സാരി ഉടുത്ത് കുറേ ഹെവി വർക്കുള്ള ചുരിദാറൊക്കെ ഇടുന്നതിനേക്കാളും ഭേദം ഇതിട്ടിട്ട് സിമ്പിളായിട്ട് പോവാന്ന് വിചാരിച്ചു. പക്ഷെ അതിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര ലൂസായിരുന്നു. സൈസൊക്കെ കറക്റ്റാണ്, പക്ഷെ ഇപ്പം ചില ഡ്രസ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന സൈസ് ആണെങ്കിലും അത് ഒന്നെങ്കിൽ ഭയങ്കര ഭയങ്കര ടൈറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ലൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ലൂസാണ്. സമയമൊന്നുമില്ല, കല്യാണത്തിന് പോകാനുള്ള ടൈമായി, എന്നാലും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഹസ്ബൻഡ് അവിടെ നിന്നൊക്കെ പറയുന്നുണ്ട് മുന്നേ ചെയ്തുകൂടെ, അല്ലെങ്കിൽ വേറെ ഡ്രസ്സ് ഇട്ടുകൂടെ, ഡ്രസ്സില്ലാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ പെൺപിള്ളേർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഒരു കല്യാണത്തിന് ഇട്ട ഡ്രസ്സ് നമ്മൾ വേറെ കല്യാണത്തിന് ഇടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് ഇട്ടേ ഞാൻ വരൂ എന്നുള്ള വാശിയിൽ ഞാൻ മെഷീൻ അടിക്കാൻ വേണ്ടിയിട്ട് കയറി അങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷേപ്പ് ചെയ്ത് ഒരു വിധത്തിൽ പെട്ടെന്ന് എന്തോ അളവൊന്നും എടുത്തിട്ടല്ല, നമ്മുടെ ഒരു ഊഹം വെച്ചിട്ട് അങ്ങോട്ട് രണ്ട് സൈഡും അങ്ങോട്ട് അടിക്കന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേഗം ഇസ്തിരി ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇസ്തിരി ഇസ്തിരി ഇടണ്ട, ആക്ച്വലി അത് വലിയ ചുളിവൊന്നുമില്ല, എന്നാലും ഞാൻ വിചാരിച്ചു ഒന്ന് തേക്കാന്ന്. അപ്പോഴുണ്ട് അടുത്ത ട്വിസ്റ്റ്. പ്രിന്റിലാണെങ്കിൽ ഇസ്തിരി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ചും മറച്ചും ഡ്രസ്സൊക്കെ മറച്ചിട്ടിട്ടാണ് ഞാൻ തയ്ച്ചത്. ഇനിയിപ്പോൾ പ്രിന്റ് പിടിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഷേപ്പ് ചെയ്ത ഡ്രസ്സ് ഇനി പ്രിന്റിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇനി ഇസ്തിരിയും കേടാവേണ്ട, ഡ്രസ്സും കേടാവേണ്ട. അതുകൊണ്ട് ഞാൻ മറച്ചിട്ട് തേച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയാവാൻ നിൽക്കുകയാണ്. വലിയ മേക്കപ്പ് ഒന്നും ഇല്ല, കാരണം എനിക്ക് വലിയ കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ഞാൻ ചെയ്യാറ്. കല്യാണത്തിന് പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് സമയത്ത് മേടിച്ച ഏതോ ഒരു ഐഷാഡോ പാലറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ലൈറ്റായിട്ടൊരു സിൽവർ കളർ ഐഷാഡോ ഇട്ടു. പിന്നെ ദേ ഈ ജുംക്കയാണ് ഞാൻ ഇട്ടത്. പിന്നെ നോർമൽ കണ്ണെഴുതുക, ലിപ്സ്റ്റിക് ഇടുക, കുറച്ച് പൗഡർ ഇടുക, അത്രേ ഉള്ളൂ. പെട്ടെന്ന് റെഡി ആയി ഇറങ്ങി കണ്ടോ. പക്ഷെ ഇതിന് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ മേക്കപ്പ് ആണെങ്കിലും കുറേ സമയം എടുത്തിട്ടാണല്ലോ നമ്മളെ പെൺകുട്ടികൾക്ക് പതിവ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങി. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് നമ്മുടെ പറവട്ടാനി റൂട്ട് പോയിട്ട് എവിടെയായിരുന്നു നമ്മുടെ ഹോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി കല്യാണ പെണ്ണിനും കല്യാണ ചെക്കനും വിഷ് ചെയ്ത്, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. വിഷ് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഹോളിൽ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ നമ്മുടെ ചെക്കനും പെണ്ണും, റോബിൻ ആൻഡ് മരിയ. അവരുടെ കല്യാണത്തിനാണ് നമ്മൾ പോയത്. അവിടെ ഞങ്ങൾ താഴെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നേരെ ഞങ്ങൾ വീട്ടിലെത്തി. ഹസ്ബൻഡാണെങ്കിൽ ക്യാമറ കണ്ട് ഇതേപോലെ ഓടും, ഞങ്ങൾക്ക് ഭയങ്കര ഷൈ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞപ്പം ഒരു ഉച്ചയുറക്കം ഇറങ്ങാന്ന് വെച്ച് നേരെ റൂമിൽ കയറി. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.